നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. HSA ഇംഗ്ലീഷിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ക്ലാസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ഈ ലാസ്റ്റ് മൊമെന്റിൽ നമ്മൾ പോയിന്റ്സ് ടു റിമെമ്പർ എന്ന് പറയുന്ന സീരീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ 2 പാർട്ട് നമ്മൾ ഇതിന്റെ കഴിഞ്ഞിരിക്കുന്നു. ഇത് നമ്മുടെ 3ാമത്തെ പാർട്ടാണ്. ഇതിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹോം ബെറിയൽ എന്ന് പറയുന്ന പോയത്തിലെ കാര്യങ്ങളാണ്. നോക്കുക, ഹോം ബെറിയലിനെ കുറിച്ച് നമ്മൾ ആദ്യം പറയുമ്പോൾ നമുക്ക് എന്തായിരിക്കും പറയാൻ പറ്റുക? It's a dramatic lyric, okay, presenting a continuous scene and employing primarily dialogue rather than narrative or description. Okay. എന്താണ്? A dramatic lyric presenting a continuous scene and employing primarily dialogue rather than narrative or description. Next point നമുക്ക് നോക്കാം. The mental breakdown, the loss of a child, the collapse of a marriage, the cost of miscommunication, death and grief, gender roles are the major themes. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന ഹോം ബെറിയൽ എന്ന് പറയുന്ന പോയത്തിന്റെ പ്രധാനപ്പെട്ട തീംസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? The mental breakdown, the loss of a child, the collapse of a marriage, the cost of miscommunication, death and grief, gender roles are the major themes. നമുക്ക് ലിറ്റററി ഡിവൈസിലേക്ക് വരാം. നോക്കുക, അസണൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ലൈൻസ് ആണ് an എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുക. നോക്കുക, ഇഫ് ഐ ക്യാൻ ചേഞ്ച് ഇറ്റ് ഓർ ഐ വോണ്ട് മേക്കിംഗ് ദ ഗ്രേവൽ ലീപ്പ് ആൻഡ് ലീപ്പ് ഇൻ എയർ. ഈ 2 ലൈൻസ് ഇത് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പം ഇതുപോലത്തെ ലൈൻ തന്നിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും, ഈ പറയുന്ന ലൈനിൽ എന്താണ് ലിറ്റററി ഡിവൈസ് ആയിട്ട് വന്നിരിക്കുന്നത്? നമുക്കെന്ത് പറയാം? അസൊണൻസ് എന്ന് പറയാം. ഇനി നോക്കാം അടുത്തത് എൻചാംമെന്റ്. എൻചാംമെന്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് ഈ വരികൾ നമ്മളെ കാണിച്ചു തരുന്നത്. അതിന് ഉദാഹരണങ്ങളാണിത്. നോക്കുക, ആൻഡ് ഐ ക്രെപ്റ്റ് ഡൗൺ ദ സ്റ്റേഴ്സ് ആൻഡ് അപ്പ് ദ സ്റ്റേഴ്സ് ടു ലുക്ക് അഗെയിൻ ആൻഡ് സ്റ്റിൽ യുവർ സ്പേഡ് കെപ്റ്റ് ലിഫ്റ്റിംഗ് എന്ന് പറയുന്നത് എൻചാംമെന്റ് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇങ്ങനൊരു ലൈൻ തന്നിട്ട് അതിനകത്ത് എന്ത് ലിറ്റററി ഡിവൈസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് വെച്ചാൽ നമുക്ക് എൻചാംമെന്റ് എന്ന് പറയാം. അടുത്ത ഇമേജറി ഉപയോഗിച്ചിട്ടുണ്ട്. അതിനെ സാധൂകരിക്കുന്ന ലൈൻസ് ആണ് ഇത് 3. നോക്കുക, ഹി saw her from the bottom of the stairs, you had stood the spade up against the wall and turned on him with such a daunting look. ഇതെല്ലാം ഇമേജറിയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇനി അടുത്ത എന്താണ്? കൺസണൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. നോക്കുക, I shall laugh the worst laugh I ever laughed. അതുപോലെ തന്നെ നെക്സ്റ്റ് ലൈൻ, ഇഫ് ഐ ക്യാൻ ചേഞ്ച് ഇറ്റ് ഓർ ഐ വോണ്ട്. ഇതെല്ലാം എന്താണ്? കൺസണൻസുമായി ബന്ധപ്പെട്ട ലൈൻസ് ആണ്. പിന്നെയുള്ള ലൈൻസ് തന്നിട്ട് അവിടെ എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം കൺസണൻസ്. അടുത്ത മെറ്റഫർ ഉപയോഗിച്ചിട്ടുണ്ട്. നോക്കുക, നോട്ട് യു ഓ വെർ ഈസ് മൈ ഹാറ്റ് ഓ ഐ ഡോണ്ട് നീഡ് ഇറ്റ് ഐ മസ്റ്റ് ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ ഐ മസ്റ്റ് ഗെറ്റ് എയർ. നെക്സ്റ്റ്, no, from the time when one is sick to death, one is alone and he dies more alone. ഇതെല്ലാം എന്താണ്? മെറ്റഫറുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ലൈൻസ് ആണ്. ഇതൊക്കെ ഓർത്ത് വെക്കുക. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് എന്ന് പറയുന്ന പോയത്തിലേക്കാണ്. അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? എ 6 stanza poem that is divided into sets of 4 lines, അതായത് quatrains, not following a single rhyme scheme. എന്താണ്? 6 stanza poem ആണ്. ഓരോ സ്റ്റാൻസയിലും 4 ലൈൻസ് വെച്ചുണ്ട്. അതെന്ത് ചെയ്യുന്നില്ല? ഒരു സിംഗിൾ റൈം സ്കീമിനെ ഫോളോ ചെയ്യുന്നതുമില്ല. അപ്പൊ അത്തരത്തിലുള്ളതാണ് ഈ പറയുന്ന ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് എന്ന് പറയുന്ന പോയത്തിന്റെ പ്രത്യേകത. നമുക്ക് ഇതിന്റെ തീംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നോക്കുക, ഇമ്മോർട്ടാലിറ്റി, എറ്റേണിറ്റി, ദ സൈക്ലിക്കൽ നേച്ചർ ഓഫ് ലൈഫ് ആൻഡ് ഡെത്ത് ആർ ദ മേജർ തീംസ്. അപ്പൊ നമ്മുടെ ഈ പറയുന്ന പോയത്തിന്റെ പ്രധാനപ്പെട്ട തീംസ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? ഇമ്മോർട്ടാലിറ്റി, എറ്റേണിറ്റി, ദ സൈക്ലിക്കൽ നേച്ചർ ഓഫ് ലൈഫ് ആൻഡ് ഡെത്ത് ആർ ദ മേജർ തീംസ്. പിന്നെ ഇവിടെ അലിട്രേഷൻ ഉപയോഗിച്ചിട്ടുണ്ട് ലിറ്റററി ഡിവൈസ് ആയിട്ട്. നോക്കുക, ലേബർ ആൻഡ് ലെഷർ ഇൻ ദ സെക്കൻഡ് സ്റ്റാൻസ ആൻഡ് സ്കൂൾ ആൻഡ് സ്ട്രോ ഇൻ ദ തേർഡ് സ്റ്റാൻസ. ഇതൊക്കെ നമുക്ക് അലിട്രേഷന്റെ എക്സാമ്പിൾസ് ആയിട്ട് എടുത്ത് കാണിക്കാം. ചിലപ്പോൾ ഈ പറയുന്ന ലൈൻ തന്നിട്ട് അതിൽ എന്താണ്
ഏത് ലിറ്റർ ഡിവൈസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ചോദിച്ചാൽ നമുക്ക് അലിട്രേഷൻ എന്ന് പറയാം. നെക്സ്റ്റ് പേഴ്സണിഫിക്കേഷൻ നോക്കുക. ഡെത്ത് ഈസ് പേഴ്സണിഫൈഡ് ആസ് ബോത്ത് കൈൻഡ് ആൻഡ് സിവിൽ ഇൻ ദ ലൈൻസ്. ഹി കൈൻഡ്ലി സ്റ്റോപ്പ് ഫോർ മീ ആൻഡ് ഫോർ ഹിസ് സിവിലിറ്റി. അതായത് ഹി കൈൻഡ്ലി സ്റ്റോപ്പ് ഫോർ മീ എന്ന് പറയുന്നതിനകത്ത് ഡെത്തിനെയാണ് പേഴ്സണിഫൈ ചെയ്തിരിക്കുന്നത്. എന്ത് പറഞ്ഞുകൊണ്ട്? കൈൻഡ് എന്നും പറഞ്ഞുകൊണ്ട്. അതുപോലെ ഫോർ ഹിസ് സിവിലിറ്റി, സിവിൽ അതിനെ പേഴ്സണിഫൈ ചെയ്തിരിക്കുന്നു. അവിടെ ഡെത്ത് സിവിലായിട്ട് പേഴ്സണിഫൈ ചെയ്തിരിക്കുന്നു. അതുപോലെ കൈൻഡ് ആയിട്ടും പേഴ്സണിഫൈ ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പം പേഴ്സണിഫിക്കേഷൻ്റെ എക്സാമ്പിളായിട്ട് ചോദിക്കാൻ നമുക്കിത് പറയാം. അല്ലെങ്കിൽ ഈ പറയുന്ന ലൈൻ തന്നിട്ട് അവിടെ ഏത് ലിറ്റർ ഡിവൈസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് വെച്ചാൽ നമുക്ക് പേഴ്സണിഫിക്കേഷൻ എന്ന് പറയാം. നമ്മൾ എൻചാൻമെന്റ് അവിടെ കാണാൻ കഴിയും. നോക്കുക, അതിന് ഉള്ള ലൈൻസ് ആണ് ഇതെല്ലാം. നോക്കുക, ദ കാരേജ് ഹെൽഡ് ബട്ട് ജസ്റ്റ് അവേഴ്സൽസ് ആൻഡ് ഇമ്മോർട്ടാലിറ്റി എന്ന് പറയുന്ന ലൈനും, അതുപോലെ തന്നെ ആൻഡ് ഐ ഹാഡ് പുട്ട് അവേ മൈ ലേബർ ആൻഡ് മൈ ലെഷർ ടു എന്ന് പറയുന്ന ഈ രണ്ട് ലൈൻസും എന്തിന് ഉള്ള ഉദാഹരണങ്ങളാണ്? എൻചാൻമെന്റിന്. അപ്പം ഇങ്ങനൊരു ലൈൻ തന്നിട്ട് ഇത് ഏത് ലിറ്റർ ഡിവൈസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എൻചാൻമെന്റ് എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ വരാൻ പോകുന്നത് എ ടെലിഫോൺ കോൺവെർസേഷൻ എന്ന് പറയുന്ന പോയത്തിലേക്കാണ്. നോക്ക്, ഇതിന്റെ പ്രത്യേകത എന്താണ്? എ 35 ലൈൻ 1 സ്റ്റാൻസ ലിറിക് പോയം. ഈ പോയത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒറ്റ സ്റ്റാൻസയേ ഉള്ളൂ. ആ സ്റ്റാൻസ എന്ന് പറയുമ്പോൾ 35 ലൈൻസ് അടങ്ങുന്ന സ്റ്റാൻസയാണ്. പിന്നെ ഒരു പ്രത്യേകത എന്താണ്? അത് ലിറിക് പോയമാണ്. ലിറിക് പോയമാണത്. റിട്ടൺ ഇൻ ഫ്രീ വേഴ്സ്, ഫ്രീ വേഴ്സിൽ എഴുതപ്പെട്ട ലിറിക് പോയമാണ്. ഡെപിക്റ്റിംഗ് എന്താണ്? എ ടെലിഫോൺ കോൺവെർസേഷൻ between a black man and a white woman in a question and answer pattern, mostly in the present tense. ഇത്രയും പ്രത്യേകതയാണ് എന്തിനുള്ളത്? ഈ പറയുന്ന എ ടെലിഫോൺ കോൺവെർസേഷൻ എന്ന് പറയുന്ന പോയത്തിന്റെ സ്ട്രക്ചറും അതിന്റെ പ്രത്യേകതയും എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഒറ്റ ലൈനിലൂടെ നമുക്ക് പറയാൻ പറ്റും. എന്താണ്? എ 35 ലൈൻ 1 സ്റ്റാൻസ ലിറിക് പോയം written in free verse depicting a telephone conversation between a black man and a white woman in a question and answer pattern, mostly in the present tense form. ഇതാണ് എ ടെലിഫോൺ കോൺവെർസേഷൻ എന്ന് പറയുന്ന പോയം. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളോട് ചോദിച്ചാൽ നമുക്ക് അപ്പം തന്നെ പറയാൻ പറ്റുന്നത് ഇത്രയും കാര്യങ്ങൾ അതിന്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട്. ഇതിന്റെ തീംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം റേസിസം ആൻഡ് ദ കോംപ്ലക്സിറ്റി ഓഫ് ഐഡന്റിറ്റി. റേസിസവും കോംപ്ലക്സിറ്റി ഓഫ് ഐഡന്റിറ്റിയുമാണ് പ്രധാനപ്പെട്ട തീംസ്. ദ റെപ്പറ്റീഷൻ ഓഫ് ദ വേർഡ്സ് ഇൻ ദ പോയം സച്ച് എസ് ഡാർക്ക്, ലൈറ്റ് ആൻഡ് റെഡ് അണ്ടർലൈൻസ് ദിസ് തീം. ഈ പറഞ്ഞ റേസിസം ആൻഡ് ദ കോംപ്ലക്സിറ്റി ഓഫ് ഐഡന്റിറ്റി എന്ന് പറയുന്ന ആ തീമിനെ അണ്ടർലൈൻ ചെയ്യുന്നതാണ് നമുക്ക് ഈ പറയുന്ന പോയത്തിൽ കാണാൻ പറ്റുന്ന റെപ്പറ്റീഷൻ. ഏതൊക്കെ വാക്കുകളുടെ റെപ്പറ്റീഷൻ? സച്ച് എസ് ഡാർക്ക്, ലൈറ്റ് ആൻഡ് റെഡ് എന്ന് പറയുന്ന വാക്കുകളുടെ റെപ്പറ്റീഷൻ. അതെന്തിനെ സാധൂകരിക്കുന്നു? ഈ തീമിനെ സ്വാധീകരിക്കുന്നു. For racism and the complexity of identity are the major themes that the repetition of the words in the poem such as dark, light and red underlines. Okay, ഇതാണ് ഇതിന്റെ തീം എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുക. ഇനി നോക്കാം ലിറ്റററി ഡിവൈസസ്. അസണൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് ഈ വരികളിൽ നോക്കിയാൽ കാണാൻ പറ്റും. നോക്കാം, ലിപ്സ്റ്റിക്, കോട്ടൺ, ലോങ് ഗോൾഡ് റോൾ, സിഗരറ്റ് ഹോൾഡർ, പൈപ്പ് എന്ന് പറയുന്നത് ആസണൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് ഇങ്ങനൊരു വരി തന്നിട്ട് ഇത് ഇവിടെ ഏത് ഡിവൈസാണ് ഉപയോഗിച്ചത്? കൺസണൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. നോക്കുക, ഫ്ലൈറ്റ് ഓഫ് ഫാൻസി ടിൽ ട്രൂത്ത്ഫുൾനെസ് ക്ലാങ്ഡ് ഹർ ആക്സെന്റ് എന്ന് പറയുന്ന ലൈൻ കൺസണൻസിന് ഉദാഹരണമാണ്. അപ്പൊ ഇങ്ങനെ ലൈൻ തന്നിട്ട് അതെന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കൺസണൻസ് എന്ന് പറയാം. അടുത്ത അലിട്രേഷൻ നോക്കുക, ഹെർ അസെന്റ് വാസ് ക്ലിനിക്കൽ ക്രഷ്. അപ്പൊ ഇതാണ് അലിട്രേഷനുമായി ബന്ധപ്പെട്ട ലൈനാണ്. ഇങ്ങനെ തന്നിട്ട് ചോദിക്കും ഇവിടെ ഏത് ലിറ്റർ ഡിവൈസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് പറയാം അലിട്രേഷൻ. നമ്മൾ നോക്കുന്നത് ദിസ് ഈസ് എ ഫോട്ടോഗ്രാഫ് ഓഫ് മീ എന്ന് പറയുന്ന പോമാണ്. നോക്കുക, ഇതിന്റെ പ്രത്യേകത എന്താണ്? റിട്ടൺ ഇൻ ഫ്രീ വേഴ്സ്. ഫ്രീ വേഴ്സിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. വിത്ത് നോ റൈമിംഗ് ലൈൻസ് ത്രൂ ഔട്ട് വിച്ച്, ഈ പറയുന്ന റൈമിംഗ് ലൈൻസ് ഒന്നും ഇല്ലാത്ത ഈ ഫ്രീ വേഴ്സിൽ എഴുതപ്പെട്ടിരിക്കുന്ന പോയത്തിൽ അതിലുടനീളം നമുക്ക് എന്ത് കാണാൻ പറ്റും? ദ റെപ്പറ്റീഷൻ ഓഫ് ദ ഐ സൗണ്ട്. ഐ എന്ന് പറയുന്ന വവൽ സൗണ്ട്, ലെറ്റർ അല്ല സൗണ്ട്, അത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. എന്തിനു വേണ്ടിയാ?
ഫോർ ക്രിയേറ്റിംഗ് എ ട്രാൻസിയൻറ്റ് റിതം. ഒരു ട്രാൻസിയൻറ്റ് റിതം സൃഷ്ടിക്കുവാൻ വേണ്ടി ഈ പറയുന്ന ലൈൻസിലെല്ലാം ഉടനീളം ഐ എന്ന് പറയുന്ന ശബ്ദം മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ അതിന്റെ ആ ഐ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ റെപ്പറ്റീഷൻ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതാണ് ഈ പറയുന്ന ദിസ് ഈസ് എ ഫോട്ടോഗ്രാഫ് ഓഫ് മീ എന്ന് പറയുന്ന പോയത്തിന്റെ സ്ട്രക്ചറും ഫോമും എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. Written in free verse with no rhyming lines throughout, which the repetition of the I sound is maintained for creating a transient rhythm. ഇതിന്റെ തീംസ് എന്തെന്ന് ചോദിച്ചാൽ ഹിസ്റ്ററി ആൻഡ് erasure and the subjectivity of truth are the major themes. ഇനി enchantment ഉപയോഗിച്ചിട്ടുണ്ട്. നോക്കുക ഏതാണ്? I am in the lake in the center of the picture just under the surface. ഇതെന്ന് പറയുന്നത് എന്തിന് ഉദാഹരണമാണ്? എൻചാമെന്റിന് ഉദാഹരണമാണ്. ഇങ്ങനെ ലൈൻസ് തന്നിട്ട് ചോദിക്കും ഇത് ഏത് ലിറ്റററി ഡിവൈസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാം എൻചാമെന്റ്. നേരത്തെ നോക്കാം അലിട്രേഷൻ. ബട്ട് ഇഫ് യു ലുക്ക് ലോങ് ഇനഫ്, അത് അലിട്രേഷന് ഉദാഹരണമാണ്. അപ്പൊ ഞാൻ ചോദിക്കും ഏത് ലിറ്റററി ഡിവൈസ്. അപ്പൊ നമുക്ക് പറയാം അലിട്രേഷൻ. അത് ഐറണി, അതിന് എക്സാമ്പിൾ ആണിത്. നോക്കുക, at first it seems to be a smeared print. പിന്നെ ലൈൻ തന്നിട്ട് ചോദിക്കും ഇതെന്താണ്, ഏത് ലിറ്റററി ഡിവൈസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാം ഐറണി. ആസ് സിമിലി ഉപയോഗിച്ചിട്ടുണ്ട്. നോക്കുക, എ തിങ് ദാറ്റ് ഈസ് ലൈക്ക് എ ബ്രാഞ്ച് പാർട്ട് ഓഫ് എ ട്രീ. ഇനി മെറ്റഫർ ഉപയോഗിച്ചിട്ടുണ്ട്. നോക്കുക, ഓഫ് ദ പിക്ചർ ജസ്റ്റ് അണ്ടർ ദ സർഫേസ്. ഇത് മെറ്റഫറിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പം ഈ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നോക്കിയത്. ഇത് ഈ പോയിന്റ്സ് എല്ലാം നിങ്ങൾക്ക് PDF ആയിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനൽ നിന്ന് കിട്ടുന്നതാണ്. നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ടെലിഗ്രാം ചാനൽ വന്നിട്ട് ഇത് പറയുന്ന ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതിന് മുമ്പ് ചെയ്ത PDF-ഉം നമ്മുടെ ടെലിഗ്രാം ചാനൽ കിടപ്പുണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.